പ്രീസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ സമയത്തിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് ആണ്ടിൻ്റെ അവസാനത്തെ ഒരു ദിവസമാകുന്നു, 31 ഡിസംബർ. നാളെ 1 ജാനുവരി, ഒരു പുതിയ വർഷത്തിലേക്ക് നാം ഓരോരുത്തരും പ്രവേശിക്കുകയാകുന്നു. ഞാൻ എടുത്തിരിക്കുന്നതായിട്ടുള്ള വേദഭാഗം 116 സങ്കീർത്തനം, അതിൻ്റെ 12 വാക്യം പ്രകാരം പറയുന്നു: യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് പകരം എന്തു കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചുപേക്ഷിക്കും. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ വചനങ്ങൾക്കായിട്ട് ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. അനേക പ്രാവശ്യം നമ്മളെല്ലാവരും ഈ വചനം പറയുകയും പഠിക്കുകയും ഒക്കെ ചെയ്ത വചനങ്ങളാകും. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് ഈ ഒരു പ്രാവശ്യം കൂടെ നമ്മെ ഓർപ്പിക്കുന്നത്, എനിക്ക് ചെയ്ത കർത്താവ് എനിക്ക് വേണ്ടി ചെയ്ത യഹോവ എനിക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങൾക്ക് ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഇന്ന് വർഷത്തിൻ്റെ അവസാനമാകുമ്പോൾ നമ്മുടെ ഓരോരുത്തരോടും കർത്താവ് ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുകയാകുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ, ജീവിതത്തിൻ്റെ ഈ നിമിഷം വരെയും, പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു വർഷങ്ങളിൽ അനേക മനുഷ്യർ ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയപ്പോൾ, അനേക മനുഷ്യർ രോഗികളായി പോയപ്പോൾ, മാറാരോഗങ്ങൾ പിടിപെട്ടപ്പോൾ, അനേക മനുഷ്യർ കഷ്ടത്തിലും പ്രയാസത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും പട്ടിണിയിലും ഒക്കെ ആയപ്പോൾ നമുക്ക് ദൈവം ആയുസ് തന്നു, ആരോഗ്യം തന്നു, ബലം തന്നു. ഇത്രത്തോളം കർത്താവ് നമ്മെ നടത്തിയ ആ വിധങ്ങളെക്കുറിച്ച് നമുക്ക് ഓർക്കാം. ഇവിടെ പറയുന്ന യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും, നമുക്കൊരിക്കലും യഹോവ ചെയ്ത ഉപകാരങ്ങൾക്ക് നമുക്ക് എണ്ണാൻ ഒരിക്കലും ഒക്കത്തില്ല. എണ്ണിയാൽ തീരാത്ത നന്മകളെ കൊണ്ട് അവൻ നമ്മുടെ ജീവിതത്തെ നിറച്ചു. ഇന്ന് പകൽക്കാലം നമുക്ക് വീണ്ടും അവൻ്റെ കരുണയെക്കുറിച്ച്, മനസ്സിലെ ദീർഘക്ഷമയെക്കുറിച്ച് നമുക്ക് ഓർക്കാം. അവൻ എത്ര നല്ലവനായിരുന്നു, നടത്തിയ വിധങ്ങൾ. എണ്ണത്തിൽ കുറയാതെ വണ്ണം നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും കാത്തു പരിപാലിച്ച് കൃപയ്ക്കായിട്ട്. ഹല്ലേലൂയ. കഷ്ടങ്ങൾ പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ വന്നെങ്കിലും അതിൽ കൂടെയൊക്കെ കടന്നു പോകുവാനായിട്ട്, പ്രത്യാശയോടെ ആയിരിക്കാനായിട്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരുടെ വേർപാട് നമ്മുടെ ജീവിതത്തിൽ വന്നിരുന്നിരിക്കാം, അല്ലെങ്കിൽ കഷ്ടങ്ങൾ, രോഗങ്ങൾ വന്നിരിക്കാം. അതിൽ കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ എൻ്റെ ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾക്കായിട്ട് നമ്മൾ ഓർക്കുകയും നന്ദി കരയേറ്റാം. ഇന്ന് നമുക്ക് പോയ വർഷങ്ങളൊക്കെ, കഴിഞ്ഞു പോയ ദിവസങ്ങളൊക്കെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ തിരിച്ചു കിട്ടത്തില്ല. നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ എത്ര ദിവസം നമ്മൾ ദൈവത്തോട് കൂടെ നടക്കുവാനായിട്ട് കൃപ കിട്ടി, എത്ര പ്രാവശ്യം നമുക്കൊന്ന് പ്രാർത്ഥിക്കുവാനായിട്ട്, വചനം ഒന്ന് പറയുവാനായിട്ട്, ഏതെല്ലാം രീതിയിൽ കർത്താവിന് വേണ്ടി ഒന്ന് പ്രവർത്തിക്കുവാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിച്ചു, ദൈവം നമ്മെ സമ്മതിച്ചു. നമ്മൾ അതിനു വേണ്ടി തുനിങ്ങിറങ്ങി. ഒന്ന് നമുക്ക് പുറകോട്ട് ചിന്തിക്കാം. ഈ പോയ ദിവസങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കത്തില്ല. ഹല്ലേലൂയ. മുമ്പോട്ട് കിടക്കുന്നതായിട്ടുള്ള ദിവസം എത്രയെന്ന് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് നമുക്ക് മുമ്പിൽ കിട്ടിയിരിക്കുന്നതായിട്ടുള്ള ദിവസം കർത്താവിന് വേണ്ടി ജീവിപ്പാനായിട്ട്, അവൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ചെയ്ത് തീർക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇവിടെ പറയുന്നത് യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും. ഒരു ദിവസം ആരംഭം മുതൽ അവസാനം വരെ, ഒരാണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ കർത്താവിൻ്റെ ദൃഷ്ടി നമ്മുടെ മേലുള്ളതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മൾ സകല ഉപകാരങ്ങൾക്കും, ചില ഉപകാരങ്ങൾക്കല്ല, കർത്താവ് നമ്മൾക്ക് വേണ്ടി ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നമുക്കൊന്ന് തിരികെ നോക്കാം. ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ? കർത്താവിന് നമ്മുടെ കയ്യിൽ നിന്ന് വേറെ ഒന്നും വേണ്ട. ഈ സ്വത്ത്, സമ്പത്ത്, സമ്പാദ്യം, പേര്, പെരുമ, വലിപ്പം, ഇതൊന്നും അല്ല കർത്താവിന് വേണ്ടിയത്. കർത്താവിന് എന്തുവാ താഴോട്ട് പറയുന്ന, ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചുപേക്ഷിക്കും. നമുക്ക് രക്ഷയുടെ പാനപാത്രം എടുക്കാം. രക്ഷിക്കപ്പെട്ട അനുഭവത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും കർത്താവ് കൂട്ടിക്കൊണ്ട് വന്ന ഒരനുഭവത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നശിച്ച് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഈ ലോകത്തിൽ നിത്യ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന എത്രയോ ജനങ്ങൾ, കോടിക്കണക്കിന് ജനങ്ങൾ ഈ ലോകത്തുള്ളപ്പോൾ നമ്മുടെ ഹല്ലേലൂയ അവനെ കർത്താവ് നമ്മളെ തൊട്ടതിനായിട്ട്, നമ്മെ വിളിച്ചതിനായിട്ട്, അമ്മയുടെ ഗർഭത്തിലായിരുന്നപ്പോൾ ഓമനപ്പേർ ചൊല്ലി വിളിച്ചതിനായിട്ട് ഒക്കെ ഇന്ന് പകൽക്കാലം ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. അവൻ ചെയ്ത ഉപകാരങ്ങൾ നാം രക്ഷയുടെ പാനപാത്രം എടുത്ത് എന്നും എന്നേക്കും നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആ ഒരു രക്ഷ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നതിനായിട്ട്, കുടുംബമായിട്ട്, കുഞ്ഞുങ്ങളായിട്ട്, തലമുറകളായിട്ട് ആ രക്ഷ നമ്മളിലേക്ക് കടന്നു വരുന്നതിനായിട്ട്, അവൻ നമ്മെ കാത്തതിനായിട്ട്, പോറ്റി പുലർത്തി വഴി നടത്തിയതിനായിട്ട്. ഹല്ലേലൂയ. എല്ലാ ദിവസവും, നിമിഷവും, ഓരോ സെക്കൻഡും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരുന്നതിനായിട്ട് ഒക്കെ ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. അതുകൊണ്ട്
യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് ദൈവത്തിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. നമുക്കതുകൊണ്ട് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്താം. കഴിഞ്ഞ വർഷം അനുഗ്രഹപ്രദമായിട്ട് ദൈവം നടത്തി. ആമേൻ, ഹല്ലേലൂയ. ഏതെല്ലാം പ്രയാസത്തിൽ കൂടെ കടന്നുപോയെങ്കിലും അതിലെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരുന്നതിനായിട്ട് നമുക്ക് അവനെ സ്തോത്രം ചെയ്യാം. അനുഗ്രഹപ്രദമായിട്ടുള്ള പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം അനുവദിച്ച കൃപയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ കിടക്കുന്നതായിട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ നഷ്ടപ്പെടുത്തി കളയാതെ മുമ്പോട്ടുള്ള ജീവിതം പുതിയ തീരുമാനങ്ങളോടെ പുതിയ ആലോചനയോടെ ഒക്കെ നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് പുതിയൊരു വർഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മളെ ഒരിക്കലും മറക്കാത്ത ദൈവം, നമ്മളെ ഓർക്കുന്ന ദൈവം, നമ്മളെ വഴി നടത്തുന്ന ദൈവം, നമ്മളെ സ്നേഹിക്കുന്ന ദൈവം, ആ ദൈവത്തെ നമുക്ക് ഒരിക്കലും വിട്ട് കളയുവാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നെങ്കിലും ആമീൻ നമുക്കിവിടെ എല്ലാവരെ സ്നേഹിക്കുവാനായിട്ട് ഭർത്താവ്, ഭാര്യ, ആമീൻ കർത്താവ്, ദൈവത്തിൻ്റെ നമ്മൾക്ക് മക്കള്, മാതാപിതാക്കള്, സഹോദരങ്ങൾ, അവരുടെ കുടുംബം എല്ലാം തന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ആമീൻ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആദ്യമായിട്ടുള്ള ആദ്യസ്ഥാനം കർത്താവിനാകുന്നു ഉള്ളത്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ളവരെല്ലാം. കർത്താവാകുന്നു നമ്മെ നടത്തിയത്, കർത്താവാകുന്നു നമ്മെ നിർത്തിയത്, കർത്താവാകുന്നു നമ്മെ വിടുവിച്ചത്. ആ യേശുവിന് ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്യാം. ഞാൻ എൻ്റെ ടെസ്റ്റിമണി ചെറിയതായിട്ടൊന്ന് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആദ്യമായിട്ട് കഴിഞ്ഞ ഒരു വർഷക്കാലം എൻ്റെ പേര് ഷേർലി, എൻ്റെ ഭർത്താവിൻ്റെ പേര് റെജി. 2 ആൺമക്കൾ കർത്താവ് തന്നു, സഹീറും സൗരഭും. അവരെ അനുഗ്രഹപ്രദമായിട്ട് അവർ കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കുന്നു. അടിയങ്ങൾക്ക് ഈ ഒരു അനുഭവത്തിലേക്ക് കുടുംബമായിട്ട് കടന്നു വരുവാനായിട്ട് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം കർത്താവ് കൃപ ചെയ്തതിനായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. എനിക്ക് 32 വയസ്സുള്ളപ്പോൾ ആമേൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. ഇപ്പോൾ എനിക്ക് 69 വയസ്സുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ വിവാഹം കഴിഞ്ഞ് 23 വയസ്സുള്ളപ്പോൾ എന്നെ വിവാഹം കഴിച്ചു. ഞാൻ മർത്തോമ കുടുംബത്തിലാകുന്നു ജനിച്ചിരുന്നത്. എന്നെ വിവാഹം കഴിച്ച് കൊണ്ടുവന്നത് CSI ഒരു അംഗമായിട്ടായിരുന്നു. എന്നാൽ ഈ വർഷക്കാലമെല്ലാം ഞങ്ങൾ മസ്കറ്റ് എന്ന പ്രദേശത്തായിരുന്നു, ഗൾഫിലായിരുന്നു. അവിടെ അനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു ജീവിതം നയിപ്പാൻ കർത്താവ് അവിടെ ഞങ്ങളെ സഹായിച്ചു. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഒരിക്കലും ഓർത്തിട്ടു പോലും ഇല്ലാത്ത ഒരു സാഹചര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ, ഇവിടെ നാട്ടിലായിരുന്നപ്പോൾ എല്ലാ സൗഹൃദമായിട്ട് എല്ലാം ജീവിതത്തിലെല്ലാം നൽകി കർത്താവ് ഞങ്ങളെ ഇത്രത്തോളം ഞങ്ങളെ നടത്തിയ ഞങ്ങൾ മസ്കറ്റിലായിരുന്ന ആദ്യത്തെ വർഷങ്ങളിൽ കഠിനമായിട്ടുള്ള പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു. ആമേൻ. ഞങ്ങൾക്ക് കർത്താവ് ദാനമായി 2 കുഞ്ഞുങ്ങളെ തന്നു. ആ 2 കുഞ്ഞുങ്ങൾക്കും അസുഖമുണ്ടായിരുന്നു. എനിക്കും പലവിധമായിട്ടുള്ള അസുഖങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു. ജോലി സംബന്ധിച്ച് ഞങ്ങൾക്ക് പ്രയാസം വന്നു. അങ്ങനെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് വന്നപ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഞങ്ങളുടെ പ്രായം അന്ന് എനിക്ക് 23-24 വയസ്സേ ഉള്ളൂ. കുഞ്ഞുങ്ങളൊക്കെ തീരെ ചെറുതാകുന്നു. ദൈവത്തോട് ഒരു സാധാരണ ഒരു ക്രിസ്ത്യാനി ചെയ്യുന്ന പോലെ എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോവുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ജീവിച്ച, എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ചെയ്യുന്ന ഒരു വീടായിരുന്നു ഞങ്ങളുടേത്. എന്നാൽ ഞാൻ കർത്താവിനോട് ചോദിക്കും, ദൈവമേ, ഇത്രയൊരു വലിയൊരു പ്രയാസം, ഇത്രയൊരു പോരാട്ടം, ഇത്രയും വലുതായിട്ടുള്ള സാഹചര്യം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ ഞങ്ങൾ എങ്ങനെ മുമ്പോട്ട് പോകും? ഈ പ്രദേശത്ത് ഞങ്ങളെ സഹായിക്കാൻ പോലും ആരുമില്ല. ആമേൻ, ഹല്ലേലൂയ എന്ന് ഞങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിച്ചു. ദൈവത്തോട് നിലവിളിക്കുവാനായിട്ട് ഞങ്ങൾ തുടങ്ങി. ആമേൻ, ഹല്ലേലൂയ. അതിൽ കൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് 3 വർഷം കഴിഞ്ഞപ്പോൾ ഒരു 26-27 വയസ്സുണ്ടായിരുന്നപ്പം എന്നെ ഒരു മാറാരോഗം പിടിപെട്ടു. അതിന് ദൈവകൃപയാൽ അതൊരു 4 വർഷത്തെ ട്രീറ്റ്മെൻറ്റോടെ ഞാൻ സൗഖ്യമായി. എന്നാൽ അതിനോട് ചേർന്ന് എൻ്റെ ടോൺസിലൈറ്റിസ്, അഡിനോയിഡ് എല്ലാം നഷ്ടപ്പെട്ടു, പൊടിയായി പോയി. അത് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് അനേക പ്രയാസങ്ങൾ, അടിയൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങൾ വന്നു. ചുരുക്കമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അടിയന് ഇവിടെ ഡെങ്കു ഫീവർ വന്നായിരുന്ന സമയത്ത് എൻ്റെ പ്ലേറ്റ്ലെറ്റ്സ് കൗണ്ട് 19 വരെ താന്നു. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലോട്ട് എന്നെ മാറ്റി ഡേഞ്ചറസ് ലെവലിലേക്ക് വരത്തക്ക രീതിയിൽ വന്നു. അതിനു മുമ്പേ അടിയൻ 2007 ഞാൻ ഓടിച്ചിരുന്ന കാറ്
വേറൊരു കാറുമായിട്ട് ഭയങ്കരമായിട്ടൊരു ആക്സിഡൻ്റ് ഉണ്ടായി. കാറെല്ലാം പോയി. അതോടെ എൻ്റെ ജീവിതത്തിലും തലയിൽ അടികിട്ടി, കാലിൽ അടികിട്ടി, എൻ്റെ ദേഹം അസകലം ഭയങ്കരമായിട്ടുള്ള പ്രശ്നത്തിലായി. അതിൻ കൊണ്ട് എനിക്ക് ഒത്തിരി വർഷങ്ങൾ, അത് കഴിഞ്ഞിട്ട് അനേക വർഷങ്ങൾ നേരെ ചിന്തിക്കുവാനോ, എൻ്റെ ഓർമ്മ കുറേ പോയി. എനിക്ക് ബൈബിള് മാത്രം വായിക്കാനേ അറിയത്തുള്ളൂ. പ്രാർത്ഥിക്കാനൊക്കെ ആ അന്യഭാഷയിലുള്ള പ്രാർത്ഥനയല്ലാതെ മറ്റേതൊന്നും പ്രാർത്ഥിക്കുവാനായിട്ട് എന്നെക്കൊണ്ട് സാധിച്ചില്ല. അങ്ങനെ 2-3 വർഷങ്ങൾ അങ്ങനെ പോയി. വചനം പറഞ്ഞുകൊണ്ടിരുന്നതൊന്നും എനിക്ക് പറയുവാനായിട്ട് സാധിച്ചില്ല. അത് കഴിഞ്ഞിട്ട് എനിക്ക് കൊറോണ, അതും വലിയ സീരിയസ് ആയിട്ട് കൊറോണ വന്നു. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു സ്ട്രോക്ക് വന്നു. ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം എന്നെ കാത്തു പരിപാലിച്ചു, എന്നെ വിടുവിച്ചു. അവനെൻ്റെ പ്രാണനെ, ഹല്ലേലൂയ, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച ദൈവത്തിന് ഇന്ന് പകൽക്കാലം ഞാൻ സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങൾക്കുണ്ടായിരുന്ന അസുഖങ്ങൾ 5-6 വർഷം കഴിഞ്ഞപ്പോഴത്തേനും അത് ദൈവം എടുത്തു മാറ്റി. ആമീൻ, ഹല്ലേലൂയ. ഇന്ന് കുഞ്ഞുങ്ങൾ ആ ഒരു പ്രയാസം കൊണ്ട് അവരുടെ ജീവിതത്തിൽ എല്ലാം വിഷമം വരും. പഠനത്തിന് പ്രയാസം വരും. അവർക്ക് വാഹനം ഓടിക്കുവാനൊക്കത്തില്ല. അവർക്ക് സാധാരണ പിള്ളേർ ജീവിക്കുന്ന പോലെ ജീവിക്കുവാനായിട്ട് പ്രയാസം വരുമെന്നെല്ലാം ഡോക്ടേഴ്സ് ആദ്യകാലങ്ങളിൽ പറഞ്ഞു. എന്നാൽ ഇന്ന് ആമീൻ, ഹല്ലേലൂയ, 2 കുഞ്ഞുങ്ങളും ദൈവം ഞാൻ കർത്താവിനോട് പറഞ്ഞു, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒന്നും വേണ്ട, എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് തിരിച്ചു തരണം, എനിക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ അവരെ തിരിച്ചു തരണം. എനിക്കുള്ളതെല്ലാം ഞാൻ നിനക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരാഡംബരവും എനിക്ക് വേണ്ട. എന്നാൽ ഞങ്ങളുടെ വീട്ടിൽ 6 പേരായിരുന്നു. എനിക്ക് സഹോദരന്മാരും ഞങ്ങൾ സഹോദരിയും. എന്നാൽ ഈ 6 പേർക്കും ഇല്ലാത്തതായിട്ടുള്ള പ്രയാസം റെജിയുടെ വീട്ടിൽ 3 പേരായിരുന്നു. അവർക്കും ഒരു പ്രയാസവുമില്ലായിരുന്നു. ഞങ്ങളെ മാത്രമാകുന്നു ഇതിൽ കൂടെയൊക്കെ കടന്നു പോകാനായിട്ട് ഇടയാക്കിയത്. എന്നാൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, കർത്താവ് ഞങ്ങളെ അധികമായിട്ട് സ്നേഹിച്ചു, ഞങ്ങളെ വീണ്ടെടുത്തു. കർത്താവിന് ഞങ്ങളെ ആവശ്യമുണ്ടായിരുന്നു. അവന് വേണ്ടി വേല ചെയ്യുവാനായിട്ട്, അവന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ കൂടെ ആമേൻ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവാനായിട്ട് അവൻ ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചതെന്ന് നന്നായിട്ട് അറിയാമായിരുന്നു. എന്നാൽ കുഞ്ഞുങ്ങൾക്ക് അന്നൊരു കാലത്ത് അതൊന്നും സാധിക്കത്തില്ല എന്ന് പറഞ്ഞത്. ആമീൻ, ഹല്ലേലൂയ. 2 കുഞ്ഞുങ്ങളും ആമീൻ, ഹല്ലേലൂയ. മൂത്തമ്മയുടെ പേര് സഹീറായിരുന്നു. സഹീർ MSc കഴിഞ്ഞിട്ട് പിന്നെയും മിനിസ്ട്രി ഓഫ് ഡിവിനിറ്റി ചെയ്ത് അവൻ അങ്ങനെ ചെയ്തു. ഇളയ മോന് എൻജിനീയറിങ് കഴിഞ്ഞിട്ട് സ്കോട്ട്ലൻഡിൽ പോയി പഠിച്ചു. ഇപ്പോൾ കാനഡയിലാകുന്നു. സഹീർ നല്ല വിപ്രോയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു, നല്ലൊരു പൊസിഷനിൽ. അത് കഴിഞ്ഞിപ്പോൾ അവൻ ഫോർഡിലാകുന്നു. ദൈവത്തിന് സാധ്യമായിട്ടുള്ളതൊന്നുമില്ല. ഒന്നും ആകത്തില്ല, ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞ ഇടത്ത് എൻ്റെ കർത്താവ് ഞങ്ങളുടെ കണ്ണുകൾ തുറന്നു. എൻ്റെ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ഒരിക്കലും എനിക്ക് മറക്കുവാനായിട്ട് സാധിക്കത്തില്ല. എനിക്ക് അതെല്ലാം കഴിഞ്ഞ് 25 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് എൻ്റെ ഹാർട്ടിനൊരു പ്രോബ്ലം ഉണ്ടായി. ഹാർട്ടിൻ്റെ വാൽവിന് 4 വാൽവാകുന്നു നമുക്കുള്ളത്. അതിൽ 3 വാൽവ് ലീക്ക് ആകുന്നുവെന്ന് ഡോക്ടർ ഞാൻ കോയമ്പത്തൂർ വന്നപ്പോൾ പറഞ്ഞു. മസ്കറ്റിൽ നിന്ന് ഞാനന്ന് കോയമ്പത്തൂരോട്ട് കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനായിട്ട് വന്നു. ഹല്ലേലൂയ. ഭയങ്കരമായിട്ടുള്ള പ്രഷർ കൂടിയതിന് ശേഷം ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ എന്നോട് പറഞ്ഞു, ഈ 3 വാൽവും ലീക്കാണെന്ന് പറഞ്ഞു. 3 മാസം കൂടെ സർവൈവ് ചെയ്യുവാനായിട്ട് ചാൻസ് ഇല്ല. 3 ഒരുപോലെ ലീക്ക് ആയതുകൊണ്ട് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പക്ഷേ ഡോക്ടർ പറഞ്ഞു, ഞാൻ കുറച്ച് മരുന്ന് തന്നു നോക്കാം, അല്ലെങ്കിൽ അതെങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന്, അല്ലെങ്കിൽ നമുക്ക് 3 വാൽവും പ്രൊലാപ്സ്ഡ് ആയി പോകും, അത് ഓപ്പറേറ്റ് ചെയ്യണം, സ്റ്റെൻറ്റ് ഇടണം, എന്നിട്ട് നമുക്ക് നോക്കാമെന്ന്. പിന്നെയും ഞാൻ ഓർത്തു, എൻ്റെ കർത്താവേ, ഇതിൽ കൂടെയൊക്കെ ഞാൻ എന്തെല്ലാം അസുഖങ്ങൾ കൂടെ ഞാൻ കടന്നുപോയി. ഇനിയും ഇതും എന്നെ ജീവകാലം മുഴുവൻ എനിക്ക് ഈ ഒരു അസുഖമാകുന്നല്ലോ. കർത്താവ് പോലെ സുഖോസിനോട് പറഞ്ഞ പോലെ എൻ്റെ കൃപ നിനക്ക് മതി. ആമീൻ, ഹല്ലേലൂയ. കർത്താവ് ഞാൻ മെഡിക്കേഷൻ എടുക്കുവാൻ തുടങ്ങി. ഞാൻ അനേക സ്ഥലങ്ങളിൽ, കുന്നൂർ, എറണാകുളത്ത്, കോയമ്പത്തൂർ, എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പോയി പ്രാർത്ഥനയ്ക്ക് പോയി. പ്രാർത്ഥനയിൽ അവിടെ സാക്ഷ്യം ഞാൻ പറഞ്ഞു. അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് തിരിച്ചു പോയി. ചെക്കപ്പിന് പോയപ്പം ഡോക്ടർ എൻ്റെ ഹല്ലേലൂയ എക്കോ എടുത്തിട്ട് പറഞ്ഞു, ഓപ്പറേഷൻ്റെ ലെവലെല്ലാം മാറിപ്പോയി, ഇനി ഓപ്പറേഷൻ വേണ്ട, മരുന്ന് മാത്രം മതി, പ്രഷർ കൺട്രോൾ ചെയ്താൽ മതി. എന്നാൽ ഇന്നും അത് 25 വർഷം കഴിഞ്ഞ് അത് കണ്ടുപിടിച്ചിട്ട് എൻ്റെ അയോട്ടിക് വാൽവും മൈട്രൽ വാൽവും
വേറൊരു വാൽവും എനിക്ക് പ്രശ്നമായിരുന്നു. ഇന്നിപ്പോൾ 2 വാൽവ് ഓൾമോസ്റ്റ് ശരിയായി. 100% അല്ല, പക്ഷേ അയോട്ടിക് വാൽവ് ഇപ്പോഴും അതിന് അതിന് പ്രശ്നമാകുന്നു. ഓടുവാനൊക്കത്തില്ല, സ്റ്റേഴ്സ് ക്ലൈംബ് ചെയ്യാനൊക്കത്തില്ല, കുഞ്ഞുങ്ങളെ എടുക്കുവാനൊക്കത്തില്ല, അധികം ജോലി ചെയ്യുവാനൊക്കത്തില്ല. എനിക്ക് അന്ന് ഇത് കണ്ടുപിടിച്ചപ്പോൾ വെറും 42 വയസ്സേ ഉള്ളായിരുന്നു. ഞാൻ എല്ലാ കാര്യങ്ങളും എൻ്റെ മാതാവിനെയും പിതാവിനെയും എല്ലാം ഞാനാകുന്ന അവസാനം നോക്കിയത്. എല്ലാ കാര്യത്തിനും ഞാൻ മസ്കറ്റിൽ 20 വർഷം ഉണ്ടായിരുന്ന സമയത്ത് ഞാനവിടെ ട്രാവൽ ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് ജോലിയായിരുന്നു. നല്ലൊരു പോസ്റ്റിലായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ ഓടി നടന്ന് വീട്ടുകാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. സഡനായിട്ട് എന്നെ ഇത് കടന്നു പിടിച്ചപ്പോഴത്തേനും എനിക്ക് ഒരു ഭയങ്കരമായിട്ടൊരു ബ്രേക്ക് ഇട്ടതുപോലെ എൻ്റെ ജീവിതത്തിൽ തോന്നി. ഒന്നും മുമ്പോട്ട് ചെയ്യുവാനായിട്ട് എനിക്ക് കഴിയത്തില്ലായിരുന്നു. എങ്കിലും ഈ ഒരു സാഹചര്യങ്ങൾ കൂടെ ഒക്കെ കടന്നു പോയപ്പോൾ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ആമീൻ, ഇന്ന് ഞാൻ ജീവിക്കുന്നതും ഞാനായിരിക്കുന്നതൊക്കെ ദൈവത്തിൻ്റെ കൃപയൊന്നു മാത്രമാകുന്നു. എനിക്ക് ഓരോ ദിവസവും കർത്താവ് തരുന്ന ബോണസ് ആകുന്നു. ആമീൻ. ഈ ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഏത് നിമിഷവും ഹാർട്ടിന് നെഞ്ചത്ത് വേദന വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ വരണം, അന്നേരം പോസിബിളായിട്ട് ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും, അത് കഴിഞ്ഞിട്ടേ നമുക്ക് പറയുവാനൊക്കത്തുള്ളൂ എന്ന്. ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിയാകുന്നു. അതുകൊണ്ട് ദൈവം തന്ന ഓരോ ദിവസവും എൻ്റെ ജീവിതത്തിൽ അവൻ്റെ നന്മയാകുന്നു, അവൻ്റെ കൃപയാകുന്നു. കുടുംബത്തോടെ, കുഞ്ഞുങ്ങളോടെ, തലമുറകളോട്, അവർക്ക് കൊടുത്ത കുഞ്ഞുങ്ങളോടുകൂടെ ഈ ലോകത്തിലായിരിക്കാൻ ദൈവം എന്നെ സഹായിക്കുന്നു. കർത്താവിന് വേണ്ടി ജീവിക്കുവാനും കർത്താവിൻ്റെ വചനങ്ങൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുവാനും ഒക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ആഗ്രഹമാകുന്നു. ഈ 32ാമത്തെ വയസ്സിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരായിട്ട് രക്ഷിക്കപ്പെട്ടു, കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെട്ടു, അവരെല്ലാം സ്നാനപ്പെട്ടു. ഞങ്ങൾക്ക് കടന്നു വന്നായിട്ടുള്ള 2 കുഞ്ഞുങ്ങളെ അവർക്ക് ഭാര്യമാരായിട്ട് കർത്താവ് കൊടുത്ത് അവർ 2 പേരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വ്യക്തികളെ മാത്രം മതിയെന്ന് ഞങ്ങൾ തീരുമാനമെടുത്ത് അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട 2 കുഞ്ഞുങ്ങൾ, നിശ്ചയം പൊന്നും, അവരും കസിൻസ് ആകുന്നു. അവരെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് ആമേൻ, ഒരു കുറവുമില്ലാതെ, ഒരു പ്രയാസവുമില്ലാതെ കർത്താവ് ഞങ്ങളെ വഴി നടത്തുന്നു. കുഞ്ഞുങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് അവരെ സൂക്ഷിക്കുന്നു, അവരെ പരിപാലിക്കുന്നു. ദൈവം കൂടെയുണ്ട്. ഞങ്ങളോട് ഓരോരുത്തരോടും കർത്താവ് കൂടെ ഇരിക്കുന്നു. ആ ദൈവത്തെ എനിക്ക് വാഴ്ത്തുവാനല്ലാതെ, സ്തുതിക്കുവാനല്ലാതെ ഒന്നും എനിക്ക് സാധിക്കത്തില്ല. കർത്താവ് എന്നോട് പറയുന്ന പോലെ, കർത്താവ് ഞാൻ ചോദിച്ചതിൽ നിന്നെല്ലാം, എൻ്റെ അപകടത്തിൽ നിന്നെല്ലാം കർത്താവ് എന്നെ വിടുവിച്ചു. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി മുമ്പോട്ടുള്ള ജീവിതം എത്ര വർഷമെന്നറിയത്തില്ല. ദൈവം തന്നിരിക്കുന്ന വർഷങ്ങളെല്ലാം ദൈവത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി ജീവിക്കാനായിട്ട് കർത്താവ് സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ എന്നെ തന്നെ താഴ്ത്തി ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.